ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂലാരിറ്റി ആണ്. ഡിസൈൻ ഫേസിൽ വരുന്ന മൊഡ്യൂലാരിറ്റി. അപ്പോൾ ഡിസൈൻ ഫേസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയണ്ടേ, സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ സോഫ്റ്റ്വെയർ കോഡിങ്ങിന് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷന് സ്യൂട്ടബിളായുള്ള ഒരു ഫോമിലേക്ക് റിക്വയർമെൻറ്റ്സിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലേ. പ്രോസസ് ഓഫ് to transfer user requirements into some suitable form which helps the programmer in software coding and implementation. അപ്പോൾ സോഫ്റ്റ്വെയർ കോഡിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷന് സ്യൂട്ടബിൾ ആയ ഒരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക അല്ലേ. SRSൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്ത് വരിക, അതാണ് സോഫ്റ്റ്വെയർ ഡിസൈനിൽ വരുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്ന SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് SDLC എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് പ്രോബ്ലം സോൾവിങ് ആണ് ഉദ്ദേശിക്കുന്നത്, കോൺസെൻട്രേഷൻ ഫ്രം പ്രോബ്ലം ഡൊമൈൻ ടു സൊല്യൂഷൻ ഡൊമൈൻ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്നത് 3 ലെവൽസിലുണ്ടാവുക. 3 ലെവൽസാണ് ഈ സിസ്റ്റം ഡിസൈനിൽ. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയും. ആർക്കിടെക്ചറൽ ഡിസൈൻ, ഹൈ ലെവൽ ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ ആൻഡ് ഹൈ ലെവൽ ഡിസൈൻ, ദെൻ ഡീറ്റെയിൽ ഡിസൈൻ. അങ്ങനെ 3 ലെവൽസാണ് എന്തിൽ വരുന്നത്, ഈ ഒരു സിസ്റ്റം ഡിസൈനിൽ വരുന്നത്. അപ്പോൾ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈസ് ദ ഹയസ്റ്റ് അബ്സ്ട്രാക്റ്റ് വേർഷൻ ഓഫ് ദ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഡിസൈനാണ് ആർക്കിടെക്ചറൽ ഡിസൈനിൽ വരിക. ഇറ്റ് ഡിഫൈൻസ് ദ സോഫ്റ്റ്വെയർ ആസ് എ സിസ്റ്റം വിത്ത് മെനി കമ്പോണൻറ്റ്സ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ഈച്ച് അതർ. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് കമ്പോണൻറ്റ്സ്, ആ കമ്പോണൻറ്റ്സ് ഇൻട്രാക്ട് ചെയ്യുന്ന, അതായത് ഇൻട്രാക്ട്സ് വിത്ത് ഈച്ച് അതർ, ആ ഒരു മൊത്തം കാര്യമാണ് എന്തിലുണ്ടാവുക, ഒരു ആർക്കിടെക്ചർ ഡിസൈനിൽ ഉണ്ടാവുക. ദ ഡിസൈനേഴ്സ് ഗെറ്റ് ദ ഐഡിയ ഓഫ് പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻ ഡൊമൈൻ. ഇപ്പോൾ ഒരു ഓവറോൾ ഡിസൈനാണ് ആർക്കിടെക്ചറൽ ഡിസൈനുള്ളത് പറഞ്ഞു. ഈ ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ, ഹൈ ലെവൽ ഡിസൈൻ ബ്രേക്സ് ദ സിംഗിൾ എൻറ്റിറ്റി മൾട്ടിപ്പിൾ കമ്പോണൻറ്റ് കൺസെപ്റ്റ് ഓഫ് ആർക്കിടെക്ചറൽ ഡിസൈൻ ഇൻ ടു ലെസ് അബ്സ്ട്രാക്റ്റഡ് വ്യൂ ഓഫ് subsystems and module and depicts their interaction with each other. നമ്മൾ പറഞ്ഞു ആർക്കിടെക്ചറൽ ഡിസൈൻ ഹയസ്റ്റ് അബ്സ്ട്രാക്റ്റ് വേർഷൻ, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഡിസൈൻ ആർക്കിടെക്ചർ വരികയെങ്കിൽ ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത് ലെസ് അബ്സ്ട്രാക്റ്റ് വ്യൂ ഓഫ് സബ് സിസ്റ്റമാണ്. അതായത് കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ അല്ല, ആ സിസ്റ്റത്തിൻ്റെ സബ് സിസ്റ്റമോ അല്ലെങ്കിൽ അതിൻ്റെ മൊഡ്യൂൾസോ അങ്ങനെ ഏതെങ്കിലും ഒരു പോർഷൻ, ഓരോ സബ് സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളായിട്ട് അതിൻ്റെ ഡിസൈൻ, ആ ഒരു കോൺസെപ്റ്റാണ് എന്തിൽ വരിക, ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സബ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സബ് സിസ്റ്റത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾസിൽ വരുന്ന കമ്പോണൻസിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി, ആ ഒരു കമ്പോണൻസിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് ഹൈ ലെവൽ ഡിസൈൻ ഫോക്കസ് ഓൺ ഹൗ ദ സിസ്റ്റം എലോങ് വിത്ത് ഓൾ ഇറ്റ്സ് കമ്പോണൻറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ഫോം ഓഫ് മൊഡ്യൂൾ. അപ്പോൾ ഒരു സബ് സിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തിൽ വരും, ഹൈ ലെവൽ ഡിസൈനിൽ വരും. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് അബ്സ്ട്രാക്ഷൻ ഓവറോൾ സിസ്റ്റം ആണെങ്കിൽ, ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത് ലെസ് അബ്സ്ട്രാക്റ്റ് വ്യൂ ഓഫ് സബ് സിസ്റ്റം ആൻഡ് മൊഡ്യൂൾസ് ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ഈച്ച് അതർ. ഇൻ ഡീറ്റെയിൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും, പേരിലുണ്ട് അല്ലേ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ഡിസൈൻ ഡീൽസ് വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഓഫ് വാട്ട് ഈസ് സീൻ ആസ് എ സിസ്റ്റം ആൻഡ് ഇറ്റ് സബ് സിസ്റ്റം ഇൻ ദ പ്രീവിയസ് 2 സെഷൻ. അതായത് ഇറ്റ് ഈസ് മോർ ഡീറ്റെയിൽഡ് ടുവേഴ്സ് മൊഡ്യൂൾസ് ആൻഡ് ദർ ഇംപ്ലിമെൻറ്റേഷൻ. ഓരോ മൊഡ്യൂൾസിൻ്റെ അല്ലെങ്കിൽ ഓരോ സബ്സിസ്റ്റത്തിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, മോർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ മൊഡ്യൂൾസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള മോർ ഡീറ്റെയിൽസ് ആണ് എന്തിലുണ്ടാവുക, ഡീറ്റെയിൽഡ് ഡിസൈനിൽ ഉണ്ടാവുക. It defines the logical structure of each module and their interfaces to communicate with other modules. ഓരോ മൊഡ്യൂൾസിലെ ലോജിക്കൽ സ്ട്രക്ചർ, ആ മൊഡ്യൂൾസ് മറ്റു മൊഡ്യൂൾസായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഡീറ്റെയിൽഡ് ഡിസൈനിൽ ഉണ്ടാവുക. അപ്പോൾ ആർക്കിടെക്ചറൽ ഡിസൈൻ പറഞ്ഞു ഓവറോൾ ഡിസൈനാണ്. ഹൈ ലെവൽ ഡിസൈൻ പറഞ്ഞു അതൊരു സബ് സിസ്റ്റം അല്ലെങ്കിൽ മൊഡ്യൂൾസിന് ലെസ് അബ്സ്ട്രാക്റ്റ് വ്യൂ ഓഫ് ഡിസൈൻ ആണ് എന്ത്, ഹൈ ലെവൽ ഡിസൈൻ. ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് മോർ ഡീറ്റെയിൽ ടുവേർഡ്സ് മൊഡ്യൂൾസ് ആൻഡ് ദർ ഇംപ്ലിമെൻറ്റേഷൻ. ഇത്രയാണ് 3 ലെവൽസ് ഓഫ് ഡിസൈൻ. ഇനി മൊഡ്യൂലാരിറ്റി എന്താണെന്ന് നോക്കാം. മൊഡ്യൂലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ടു ഡിവൈഡ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻറ്റു മൾട്ടിപ്പിൾ ഡിസ്ക്രീറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് കുറേ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൊഡ്യൂളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മൾ പ്രോഗ്രാം ചെയ്യാനൊക്കെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കേസിൽ നമുക്ക് ചെയ്യാനുള്ള അല്ല ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ കുറേ മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. യൂസർ മൊഡ്യൂൾ, അഡ്മിൻ മൊഡ്യൂൾ, എംപ്ലോയീൻ്റെ ആണെങ്കിൽ അങ്ങനെ സ്റ്റുഡൻറ്റ്, അങ്ങനെ കുറേ മൊഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് നമ്മൾ മൊഡ്യൂളറൈസേഷൻ എന്ന് പറയുന്നത്. ഈസ് എ ടെക്നിക്ക് ടു
divide a software system into multiple discrete and independent modules. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ് ഓരോ മൊഡ്യൂൾസിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾസ് എന്ന് പറയുന്നിട്ട് ദേ ആർ ബേസിക് കൺസ്ട്രക്റ്റ് ഓഫ് എൻ്റയർ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബേസിക് കൺസ്ട്രക്റ്റാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്ത് അത് സെപ്പറേറ്റ്ലി കമ്പൈൽ ചെയ്യാനും ആൻഡ് എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടി സാധിക്കും. സോ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂളാണ്. അതുകൊണ്ട് ഓരോ മൊഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ്ലി ആയിരിക്കും. ആൻഡ് ഈ മൊഡ്യൂളർ ഡിസൈൻ ഫോളോസ് ദ റൂൾസ് ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയാൻ കാരണം അത് നമ്മളിപ്പോൾ അൽഗോരിതത്തിൽ പഠിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന് എന്ത് ചെയ്യുക, ആദ്യം കുറേ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് എന്നിട്ട് പിന്നെ അത് കമ്പൈൻ ചെയ്ത് എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഡിവൈഡ് ചെയ്ത് പിന്നെ വീണ്ടും ഡിവൈഡ്. അപ്പോൾ ആ ഒരു അപ്രോച്ചിനെയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ. ഡിവൈഡ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ് ഈ മൊഡ്യൂളർ ഡിസൈൻ ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സ്മോളർ കമ്പോണൻ്റ് ആർ ഈസിയർ ടു മെയിൻറ്റെയിൻ. ഇപ്പോൾ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൊഡ്യൂളറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് സ്മോളർ കമ്പോണൻ്റ് ആണെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെ, ഒരു ഓവറോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒരു മൊഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്മോളർ കമ്പോണൻറ്റ്സ് ആർ ഈസിയർ ടു മെയിൻറ്റെയിൻ. ദെൻ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ആസ്പെക്റ്റ്. അതിൻ്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിസൈഡ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു ദ പ്രോഗ്രാമിലേക്ക് ആ ഒരു ആവശ്യമുള്ള ഒരു ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇനി കമ്പോണൻറ്റ്സ് വിത്ത് ഹൈ കൊഹിഷൻ ക്യാൻ ബി റീയൂസ്ഡ് അഗെയിൻ. കൊഹിഷൻ എന്താണെന്ന് നമ്മൾ താഴെ പറയുന്നുണ്ട്. അപ്പോൾ ഹൈ കൊഹിഷനുള്ള ഒരു കമ്പോണൻ്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Concurrent execution can be made possible. Concurrent execution possible are then decided from security aspect ഉണ്ടാവും. ഇനി ഒരു മൊഡ്യൂൾ എന്ന് പറയും, മൊഡ്യൂളറൈസേഷൻ ചെയ്യുന്ന സമയത്ത് കുറേ മൊഡ്യൂൾസായി ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ മൊഡ്യൂൾ എന്ന് പറയുന്നത് ദേ ആർ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ദെൻ അബ്സ്ട്രാക്റ്റ് ആയിരിക്കണം, ദെൻ ഈച്ച് മൊഡ്യൂൾ ക്യാൻ ബി സോൾവബിൾ സെപ്പറേറ്റ്ലി. ഓരോ മൊഡ്യൂൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റണം. ആൻഡ് ക്യാൻ ബി മോഡിഫയബിൾ മോഡിഫൈ ചെയ്യാനും സാധിക്കണം. ദെൻ കൊഹിഷൻ ആൻഡ് കപ്ലിംഗ് എന്താണെന്ന് നോക്കാം. Cohesion and coupling. The measure by which the quality of design of modules and their interaction among them can be measured are called cohesion and coupling and cohesion. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഇൻ ഡിസൈൻ ഓഫ് മൊഡ്യൂൾസ്, ഓരോ മൊഡ്യൂൾസിൻ്റെയും ഡിസൈനിലുള്ള ക്വാളിറ്റി ആൻഡ് ദെൻ ഇൻട്രാക്ഷൻ, ആ മൊഡ്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കപ്ലിങ്ങും കോഹിഷനും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ മൊഡ്യൂൾസായി ഡിവൈഡ് ചെയ്തു, ആ മൊഡ്യൂൾസിൻ്റെ ഡിസൈനിൽ വരുന്ന ക്വാളിറ്റി, ആ മൊഡ്യൂൾസിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, പുവർ ഡിസൈനാണോ ഹൈ ഡിസൈനാണോ, അപ്പോൾ അങ്ങനെ നോക്കാനും രണ്ട് മൊഡ്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, ഗുഡ് ഇൻട്രാക്ഷൻ ആണോ വരിക, ബെസ്റ്റ് ആണോ വേസ്റ്റ് ആണോ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാനുള്ളൊരു മെഷറാണ്, രണ്ട് മെഷേഴ്സാണ് എന്തെന്ന് പറയുന്നത് കപ്ലിങ്ങും കോഹിഷനും എന്ന് പറയുന്നത്. There are two important modularization criteria in software design. Software design യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് modularization criteria ആണ് കപ്ലിംഗ് ആൻഡ് കോഹിഷൻ. Then modules are set of instruction put together in order to achieve some task. നമ്മൾ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് അത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്, ഏതെങ്കിലും ഒരു ടാസ്കോ അല്ലെങ്കിൽ കുറച്ച് ടാസ്കോ പെർഫോം ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ they are tough considered as a സിംഗിൾ എൻറ്റിറ്റി ബട്ട് മേ റെഫർ ടു ഈച്ച് അതർ ടു വർക്ക് ടുഗദർ. അപ്പോൾ എന്ത് ചെയ്യണം, അവർ ഒന്നിച്ച് വർക്ക് ചെയ്യണം. ദെൻ കോഹിഷൻ എന്താണെന്ന് നോക്കുക. നമ്മളുണ്ട് രണ്ട് മെഷേഴ്സാണ് കോഹിഷൻ ആൻഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് കോഹിഷൻ എന്താണെന്ന് നോക്കുക. കോഹിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ദാറ്റ് ഡിഫൈൻസ് ദ ഡിഗ്രി ഓഫ് ഇൻട്രാ ഡിപ്പെൻഡബിലിറ്റി വിതിൻ എ എലമെൻറ്റ്സ് ഓഫ് എ മൊഡ്യൂൾ. എന്താണ്, ഒരു മൊഡ്യൂളിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിപ്പെൻഡബിലിറ്റി, അതാണ് ഇൻട്രാ ഡിപ്പെൻഡബിലിറ്റി വിതിൻ എലമെൻറ്റ്സ് ഓഫ് എ മൊഡ്യൂൾ. അല്ലേ, ഒരു മൊഡ്യൂൾസിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണോ അതാണ് കൊഹിഷൻ്റെ അകത്ത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂളിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിൽ ഗ്രേറ്റർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, നല്ല ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ ബെറ്റർ ഈസ് ദ പ്രോഗ്രാം ഡിസൈൻ, അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദ കോഹിഷൻ ദ ബെറ്റർ ഈസ് ദ പ്രോഗ്രാം. കോഹിഷൻ കൂടുതലുള്ള മൊഡ്യൂൾസാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം. അല്ലേ, ഒരു മൊഡ്യൂൾസിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹൈ ആണെങ്കിൽ അതെന്തായിരിക്കും, ബെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബെറ്റർ പ്രോഗ്രാം ആയിരിക്കും. ഇനി ദ ഡിഗ്രി ടു വിച്ച് എലമെൻറ്റ്സ് ഓഫ് എ പ്രോഗ്രാം ആർ ഫങ്ഷണലി റിലേറ്റഡ്.
ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫങ്ഷണലി റിലേറ്റഡ് എങ്ങനെയാണ്, അതിൻ്റെ എത്രത്തോളം ഡിഗ്രി, അതാണ് നമ്മൾ കോഹെഷനിൽ മെഷർ ചെയ്യുന്നത്. ഹൈ കോഹെഷൻ ഈസ് ദ പ്രൈം ആട്രിബ്യൂട്ട് ഓഫ് ഗുഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ. നമ്മൾ പറഞ്ഞ ഒരു ഗുഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഗുഡ് മൊഡ്യൂൾ ആവണമെങ്കിൽ അതെന്തായിരിക്കണം, ഹൈ കോഹെഷനുള്ള ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ആയിരിക്കണം ഇവിടെ. ഈ ടൈപ്സ് ആണ് ഇവിടെ, ക്ലിയർ ആയില്ല, ടൈപ്സ് ഓഫ് കോഹെഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഹെഷൻ നമുക്കുണ്ട്. ഒന്ന് ഫങ്ഷണൽ കോഹെഷൻ, സീക്വൻഷ്യൽ കോഹെഷൻ, കമ്മ്യൂണിക്കേഷൻ, പ്രൊസീജിയറൽ കോഹെഷൻ, ഇത് കുറച്ച് ക്ലിയർ കുറവുണ്ട്, ഞാൻ ടെമ്പറൽ കോഹെഷൻ, ദെൻ ലോജിക്കൽ കോഹെഷൻ, ഇവിടെ ലാസ്റ്റ് പറയുന്ന കോഇൻസിഡൻ്റൽ കോഹെഷനാണ്. കോഇൻസിഡൻ്റൽ കോഹെഷൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഫങ്ഷണൽ കോഹെഷൻ ഈസ് ദ ബെസ്റ്റ് കോഹെഷൻ. ബെസ്റ്റാണ് ഫങ്ഷണൽ. ഈ ഓരോ ലെവൽ താഴേക്ക് പോകും. ഇപ്പോൾ 7th കോഹെഷൻ കോഇൻസിഡൻ്റൽ കോഹെഷൻ ആൻഡ് ദാറ്റ് ഈസ് ദ വേസ്റ്റ് കോഹെഷൻ. അപ്പം ബെസ്റ്റ് നിന്ന് വേസ്റ്റിലേക്കാണ് ഇത് പറയുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ പോകുമ്പോൾ അത് വേസ്റ്റ് കോഹെഷനിലേക്കാണ് അത് പോയിക്കൊണ്ട്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് താഴെ കാണിക്കുന്ന കോഹെഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ദ വേസ്റ്റ് കോഹെഷനാണ് വരിക. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വേസ്റ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഇൻസിഡൻ്റൽ കോഹെഷൻ. കോഇൻസിഡൻ്റൽ നമ്മൾ പറഞ്ഞു വേസ്റ്റ് കോഹെഷനാണ്. നമ്മൾ കോഹെഷനെ സംബന്ധിച്ച് പറയുമ്പം ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഹൈലി റിലേറ്റഡ് ആണെങ്കിൽ അത് ബെസ്റ്റ് കോഹെഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും, ആ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ലോ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ കോഇൻസിഡൻ്റൽ കോഹെഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് അൺപ്ലാൻഡ് ആൻഡ് റാൻഡം കോഹെഷൻ. അതായത് ഒരു മൊഡ്യൂൾസിനെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, റാൻഡമായിട്ട് വെറുതെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിവിഷനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോഹെഷനാണ് കോഇൻസിഡൻ്റൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ മൊഡ്യൂൾസിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഇൻസിഡൻ്റൽ കോഹെഷൻ എന്ന് പറയുന്നത് നമ്മൾ അതൊരു വേസ്റ്റ് കോഹെഷനായിട്ടാണ് പറയുക. ഹിയർ ദി എലമെൻറ്റ്സ് വിൽ ബി അൺറിലേറ്റഡ് ആസ് എലമെൻറ്റ്സ് ഡു നോട്ട് ഹാവ് എനി കൺസെപ്ച്വൽ റിലേഷൻ അതർ ദാൻ ദ ലൊക്കേഷൻ ഇൻ സോഴ്സ് കോഡ്. അതായത് അതുവരെ ഒന്നിച്ചൊരു മൊഡ്യൂളാണെന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ ദേ ഡു നോട്ട് ഹാവ് എനി കൺസെപ്ച്വൽ റിലേഷൻഷിപ്പ്. ആ എലമെൻറ്റ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, ദേ ആർ അൺറിലേറ്റഡ്. അതുകൊണ്ടാണ് അതെന്തെന്ന് പറയുന്നത്, അതൊരു വേസ്റ്റ് കോഹെഷനാണെന്ന് പറയുന്നത്. ഇതിവിടെ അൺപ്ലാൻഡ് ആണ് ഈ ഒരു കോഹെഷൻ, റാൻഡമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് മേ റിസൾട്ട് ദ ബ്രേക്കിംഗ് ഓഫ് പ്രോഗ്രാം ഇൻ ടു സ്മോളർ മൊഡ്യൂൾസ് ഫോർ ദ സേക്ക് ഓഫ് മൊഡ്യൂളറൈസേഷൻ. അപ്പോൾ അൺപ്ലാൻഡ് ആണ്, റാൻഡം കോഹെഷനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന എലമെൻറ്റ്സ് തമ്മിൽ എന്തുണ്ടാവുന്നില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതൊരു വേസ്റ്റ് കോഹെഷനാകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ കോഹെഷനാണ്. ലോജിക്കൽ കോഹെഷൻ എന്ന് പറയുമ്പോൾ വെൻ ലോജിക്കലി കാറ്റഗറൈസ്ഡ് എലമെൻറ്റ്സ് ബട്ട് നോട്ട് ഫങ്ഷണലി. ഇവിടെ എന്താണ്, എലമെൻറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്ത് അല്ലെ മൊഡ്യൂളായി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ലോജിക്കലി അത് ഓക്കെയാണ്, ബട്ട് നോട്ട് ഫങ്ഷണലി. ഫങ്ഷൻസ് നോക്കിയിട്ടല്ല എന്ത് ചെയ്തത്, മൊഡ്യൂളാക്കി ഡിവൈഡ് ചെയ്തത്. are put into a module, it is called logical cohesion. The operations are related but the functions are significantly different. അപ്പോൾ ഇതിനകത്തുള്ള എലമെൻറ്റ്സിൻ്റെ ഓപ്പറേഷൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, റിലേറ്റഡ് ആയിരിക്കും, ബട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ദേ ആർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിരിക്കും. ഇനി ടെമ്പറൽ കോഹെഷൻ എന്ന് പറഞ്ഞാൽ, ടെമ്പറൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ടൈം അല്ലെ, ഒരു ടൈമുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. നമ്മുടെ എലമെൻറ്റ്സ് ആർ റിലേറ്റഡ് ബൈ ദ ടൈമിങ് ഇൻവോൾവ്. ആ എലമെൻറ്റ്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ടൈം ഓക്കെ ആയിരിക്കും. ആ ഒരു രീതിയിലാണ് അതിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൻ എലമെൻറ്റ്സ് ഓഫ് എ മൊഡ്യൂൾ ആർ ഓർഗനൈസ്ഡ് സച്ച് ദാറ്റ് ദേ ആർ പ്രോസസ്ഡ് അറ്റ് എ സിമിലർ പോയിൻ്റ് ഓഫ് ടൈം. ഈ എലമെൻറ്റ്സ് ഒരു സിമിലർ പോയിൻ്റ് ഓഫ് ടൈമിലാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള എലമെൻറ്റ്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്തൊരു മൊഡ്യൂളാക്കുന്ന ആ ഒരു ടെക്നിക്കാണ് ടെമ്പറൽ കോഹെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കോഹെഷനാണ് ടെമ്പറൽ. പ്രൊസീജിയറൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെൻ എലമെൻറ്റ്സ് ഓഫ് മൊഡ്യൂൾസ് ആർ ഗ്രൂപ്പ് ടുഗദർ വിച്ച് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി ഇൻ ഓർഡർ ടു പെർഫോം എ ടാസ്ക്. ഇവിടെ ഏതെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ് സീക്വൻസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രൊസീജിയറൽ എന്ന് പറയും. ഓർഡർ ഓഫ് എക്സിക്യൂഷനാണ് നോക്കുന്നത് ഇവിടെ. ടെമ്പറൽ ടൈമാണ് നോക്കിയെങ്കിൽ പ്രൊസീജിയറിനകത്ത് നോക്കുന്ന ഓർഡർ ഓഫ് എക്സിക്യൂഷൻ, വൺ ആഫ്റ്റർ അനദർ ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആക്ഷൻസ് ആർ സ്റ്റിൽ വീക്ക്ലി കണക്റ്റഡ് ആൻഡ് അൺലൈക്ലി ടു ബി റീയൂസബിൾ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഫങ്ഷൻസ് അല്ലെ ആക്ഷൻസിനെ റീയൂസ് ചെയ്യാൻ പറ്റില്ല, ദേ ആർ വീക്ക്ലി കണക്റ്റഡ് ആയിരിക്കും. ഈ കമ്മ്യൂണിക്കേഷൻ കോഹെഷൻ എന്ന് പറഞ്ഞാൽ വെൻ എലമെൻറ്റ്സ് ഓഫ് മൊഡ്യൂൾസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ വിച്ച് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി ആൻഡ് വർക്ക് ഓൺ സെയിം ഡാറ്റ. ഇവിടെ സീക്വൻസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പോരാത്തതിന് ദേ വർക്ക് ഓൺ സെയിം ഡാറ്റ ഓർ ഇൻഫർമേഷൻ. അത് വർക്ക് ചെയ്യുന്ന അല്ലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡാറ്റ സെയിം ആയിരിക്കും. ഓപ്പറേറ്റ് ഓൺ സെയിം ഇൻപുട്ട് ഓർ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ സെയിം ഔട്ട്പുട്ട്. ഒന്നിക്കൽ സെയിം ഇൻപുട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ കോൺട്രിബ്യൂട്ട് ദ സെയിം ഔട്ട്പുട്ടാണ്. അപ്പോൾ ആ ഒരു
സീക്വൻഷ്യലി വർക്ക് ചെയ്താലും സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്താലും വർക്ക്സ് ഓൺ സെയിം ഡാറ്റ ആണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷണൽ കോഷൻ എന്നാണ് പറയുക. സീക്വൻഷ്യൽ കോഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, എന്തായിരിക്കും, വൺ ആഫ്റ്റർ അനദർ സീക്വൻസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇവിടെ വേറൊരു കാര്യമുണ്ട്, ബിക്കോസ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ എലമെൻറ്റ് സെർവ്സ് ആസ് ദി ഇൻപുട്ട് ടു അനദർ ആൻഡ് സോ ഓൺ. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇൻപുട്ടായിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്നിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട്, അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു എക്സിക്യൂഷനാണ് സീക്വൻഷ്യൽ കോഷൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ കോഷൻ എന്ന് പറഞ്ഞാൽ, ഫങ്ഷണൽ കോഷനാണ് നമ്മൾ പറയുന്ന ഏറ്റവും ബെസ്റ്റ് കോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കോഷനാണ് ആൻഡ് ഇറ്റ് ഈസ് ഹൈലി expected. Elements of module in functions quotient are grouped because they all contribute to a single well defined function. എല്ലാ എലമെൻറ്റ്സും ഒരു സിംഗിൾ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് ദീസ് ടൈപ്പ് കോഷൻ ഈസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കോഷൻ. ഈ ഒരു കോഷനാണ് ഏറ്റവും ബെസ്റ്റ് കോഷൻ എന്ന് പറയുന്നത്, ഫങ്ഷണൽ കോഷൻ. അപ്പോൾ ഇത്രയാണ് കൊഹിഷനിൽ വരുന്നത്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഡിപ്പെൻഡബിലിറ്റി വിതിൻ എലമെൻറ്റ്സ്. ഒരു മൊഡ്യൂളിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള ഒരു മൊഡ്യൂളിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കൊഹിഷൻ എങ്കിൽ, കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ദാറ്റ് ഡിഫൈൻസ് ദ ലെവൽ ഓഫ് ഇൻ്റർ ഡിപ്പെൻഡബിലിറ്റി എമംഗ് മൊഡ്യൂൾസ് ഓഫ് എ പ്രോഗ്രാം. അപ്പം മൊഡ്യൂൾസ് തമ്മിലുള്ള ഡിപ്പെൻഡബിലിറ്റിയാണ് കപ്ലിംഗ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഡിപ്പെൻഡബിലിറ്റിയാണ്, ഒരു മൊഡ്യൂളിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണെങ്കിൽ. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് മൊഡ്യൂൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇൻ്റർ ഡിപ്പെൻഡബിലിറ്റി എമംഗ് മൊഡ്യൂൾസാണ് കപ്ലിംഗ് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും മൊഡ്യൂളാക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ദേ ആർ എക്സിക്യൂട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി, അങ്ങനെ പറഞ്ഞു, ദേ ആർ ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ ഓരോ മൊഡ്യൂൾസ് എന്തായിരിക്കണം, സെപ്പറേറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ്. അങ്ങനെ രണ്ട് മൊഡ്യൂൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിപെൻഡൻ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ കപ്ലിങ്ങിൻ്റെ കേസ് എന്താണ്, ദ ലോവർ ദ കപ്ലിംഗ് ദ ബെറ്റർ ദ പ്രോഗ്രാം. ആ ഒരു രണ്ട് മൊഡ്യൂൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും കുറവാണെങ്കിൽ ആ പ്രോഗ്രാം ബെസ്റ്റ് ആയിരിക്കും. നമ്മൾ കോഷൻ പറഞ്ഞത് ഹയർ ദ കോഷൻ, ഹയസ്റ്റ് കോഷനാണ് അവിടെ ബെറ്റർ പ്രോഗ്രാം ആക്കിയെങ്കിൽ, കപ്ലിങ്ങിൻ്റെ കേസിൽ ലോവർ കപ്ലിംഗ് ആണ് എന്ത് ചെയ്യുക, ഒരു ബെറ്റർ പ്രോഗ്രാമിലേക്ക് എത്തുക. കപ്ലിംഗ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻ്റർ മൊഡ്യൂൾ വൈൽ കോഷൻ ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻട്രാ മൊഡ്യൂൾ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്ലിംഗ് ഉണ്ട്. ഡാറ്റ കപ്ലിംഗ്, സ്റ്റാമ്പ് കപ്ലിംഗ്, കൺട്രോൾ കപ്ലിംഗ്, എക്സ്റ്റേണൽ കപ്ലിംഗ്, കോമൺ കപ്ലിംഗ് ആൻഡ് എക്സ്റ്റെൻഡ് കപ്ലിംഗ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കപ്ലിംഗ് ആണ്. ബെസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഡാറ്റ കപ്ലിങ്ങിൻ്റെ അകത്ത് മൊഡ്യൂൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും, ലോവർ ആയിരിക്കും അല്ലേ, കുറവായിരിക്കും. ഇപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്ന കണ്ടൻറ്റ് കപ്ലിംഗ് ആണ്. അവിടെ എന്തായിരിക്കും, ഈ രണ്ട് മൊഡ്യൂൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹൈലി റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതാണ് കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് വേസ്റ്റ് മുതൽ നോക്കാം. കണ്ടൻറ്റ് കപ്ലിംഗ്. കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ വെൻ എ മൊഡ്യൂൾസ് ക്യാൻ ഡയറക്റ്റ്ലി ആക്സസ് ഓർ മോഡിഫൈ ടു റെഫർ ദി കണ്ടൻറ്റ് ഓഫ് അനദർ മൊഡ്യൂൾ. ഒരു മൊഡ്യൂളിന് അടുത്തൊരു മൊഡ്യൂളിൻ്റെ അകത്തുള്ള ഡാറ്റ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനോ റെഫർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളതിനാണ് കണ്ടൻറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലേ. രണ്ട് മൊഡ്യൂൾസ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആകുന്ന കേസിൽ ഒരിക്കലും ഒരു മൊഡ്യൂൾ അടുത്തൊരു മൊഡ്യൂളിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എന്ന് പറയുന്നതാണ്, അങ്ങനെയുള്ളൊരു കപ്ലിംഗ് ആണ് കണ്ടൻറ്റ് കപ്ലിംഗ്. സോ ദാറ്റ് ഈസ് വേസ്റ്റ് കപ്ലിംഗ്. കോമൺ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വെൻ മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഹാവ് റീഡ് ആൻഡ് റൈറ്റ് ടു ആക്സസ് ടു സെയിം ഗ്ലോബൽ ഡാറ്റ. ഒരേ ഡാറ്റേനകത്ത് തന്നെ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. സെയിം ഗ്ലോബൽ ഡാറ്റയിൽ അല്ലെ, ഒരേ സെയിം ഡാറ്റേനകത്ത് കോമൺ ആയിട്ടുള്ള ഡാറ്റ അല്ലേ, അതിലേക്ക് റീഡ് ചെയ്യുകയോ റൈറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ അതാണ് കോമൺ കപ്ലിംഗ്. അപ്പോൾ സോ ഇറ്റ് ഹാസ് ഗോട്ട് ഡിസഡ്വാൻറ്റേജ് ലൈക്ക് ഇവിടെ എന്ത് റീയൂസിങ് മൊഡ്യൂൾസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. റെഡ്യൂസ്ഡ് എബിലിറ്റി ടു കൺട്രോൾ ഡാറ്റ ആക്സസ്. അപ്പോൾ മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഒരേ ഡാറ്റ തന്നെ ഒരേ സെയിം ഡാറ്റ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്തുണ്ടായും, ഡാറ്റ ആക്സസ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. റെഡ്യൂസ്ഡ് മെയിൻറ്റെയിനബിലിറ്റി. ഇനി എക്സ്റ്റേണൽ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾസ് ഡിപ്പെൻഡ്സ് ഓൺ അതർ മൊഡ്യൂൾസ് എക്സ്റ്റേണൽ ടു ദ സോഫ്റ്റ്വെയറിൻ്റെ എക്സ്റ്റേണൽ പുറത്തുള്ള മൊഡ്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് എക്സ്റ്റേണൽ കപ്ലിംഗ്. കൺട്രോൾ കപ്ലിംഗ് മീൻസ് ടു മൊഡ്യൂൾസ് ആർ കോൾഡ് കൺട്രോൾ കപ്പിൾഡ് ഇഫ് വൺ ഓഫ് ദം ഡിസൈഡ്സ് ദ ഫംഗ്ഷൻ ഓഫ് അതർ മൊഡ്യൂൾ ഓർ ചേഞ്ചസ് ഇറ്റ്സ് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. ഒരു മൊഡ്യൂൾ എന്ത് ചെയ്യുക, അടുത്തൊരു മൊഡ്യൂളിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളതിനാണ് കൺട്രോൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. ദേ കമ്മ്യൂണിക്കേറ്റ് ബൈ പാസിങ് കൺട്രോൾ ഇൻഫർമേഷൻ. അവർ തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൺട്രോൾ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. സ്റ്റാമ്പ് കപ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്
ഷെയർ കോമൺ ഡാറ്റ സ്ട്രക്ചർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, സെയിം ഡാറ്റ സ്ട്രക്ചർ അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ മൊഡ്യൂൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാമ്പ് കപ്ലിംഗ് എന്ന് പറയാം. ഡാറ്റ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് വെൻ ടു മൊഡ്യൂൾസ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ബൈ മീൻസ് ഓഫ് പാസിംഗ് ഡാറ്റ. അല്ലെ, പാരാമീറ്റർ പാസ് ചെയ്യുന്നത്, അതേപോലെ ഡാറ്റ പാസ് ചെയ്തുകൊണ്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രണ്ട് മൊഡ്യൂൾസ് ആണെങ്കിൽ അത് തമ്മിൽ നമ്മൾ ഡാറ്റ കപ്ലിംഗ് ആണെന്ന് പറയും. കമ്പോണൻസ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. ഇവിടെ കമ്പോണൻസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ബട്ട് ദേ കമ്മ്യൂണിക്കേറ്റ്സ് ഈച്ച് അതർ ത്രൂ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡാറ്റ പാസ് ചെയ്തുകൊണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു ഡാറ്റ കപ്ലിംഗ് ആണ് എന്ത് ബെസ്റ്റ് കപ്ലിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പറയാനുള്ളത്.